കേരള ഫോക്ലോർ മ്യൂസിയത്തിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണണമെങ്കിൽ മുകളിലത്തെ ഐ ബട്ടൺ പ്രസ് ചെയ്താൽ അതിൽ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ കേരള ഫോക്ലോർ മ്യൂസിയത്തിൽ നിന്ന് ഞങ്ങൾ നേരെ വന്നത് ഡച്ച് പാലസിലേക്കാണ്. ഹലോ, ഡച്ച് പാലസ് അഥവാ മട്ടാഞ്ചേരി പാലസ്, പയ്യന്നൂർ ഭഗവതി ക്ഷേത്രം. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഞങ്ങൾ വന്നത് ബാക്ക് സൈഡിൽ കൂടെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കയറിയത് അതാണ്. പക്ഷേ ശരിക്കും ഇതിൻ്റെ എൻട്രൻസ് പറയണത് പയ്യന്നൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ ക്ഷേത്രം ഇതിൻ്റെ അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ എൻട്രൻസും ഇവിടെ വന്നിരിക്കുന്നത്. കൊട്ടാരത്തിൻ്റെ പുറത്ത് എന്ന് പറയണത് ഈ പയ്യന്നൂർ ഭഗവതി ദേവി ക്ഷേത്രമുണ്ട്. അതിപ്പോൾ പണ്ട് കാലത്ത് നമ്മളിങ്ങനെ കാണുന്ന പോലെ ഒരു കൊട്ടാരം ഉണ്ടാവും, ഒരു അമ്പലം ഉണ്ടാവും, ഒരു വലിയ കുളം ഉണ്ടാവും. അത് തന്നെ എന്ത് ഭംഗിയാണ് കാണാൻ. അത് ഈ അമ്പലം അവിടെ നട തുറപ്പിൻ്റെ ഒക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ആകെ ഇങ്ങനെ കാട് പിടിച്ചാണ് കിടക്കണത്. അതിങ്ങനെ ഓപ്പൺ ചെയ്യുന്നുണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ. പിന്നെ പുറത്തും കുറച്ചൊക്കെ വീഡിയോ എടുക്കാനുള്ളത് സൗകര്യങ്ങളൊക്കെ ഉള്ളൂ. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയണത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. ഒരാൾക്ക് 5 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയണമെന്ന് വെച്ചാൽ വീഡിയോഗ്രാഫി സ്ട്രിക്റ്റായിട്ട് അവർ അലോ ചെയ്യണില്ല. പിന്നെ ഈവൻ ഫോട്ടോ അലോ ചെയ്യുന്നുണ്ട്. പക്ഷേ ചില പ്ലേസിൽ ഫോട്ടോസും അലോ ചെയ്യണില്ല. അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഒട്ടും എടുത്തില്ല. പക്ഷേ മട്ടാഞ്ചേരിയിലുള്ള പാലസ് റോഡിലാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ഈ പാലസ് ശരിക്കും പോർച്ചുഗീസുകാരാണ് കേട്ടോ പണി കഴിപ്പിച്ചത്. പിന്നീട് അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ കൊച്ചി രാജാവായിരുന്ന വീര കേരളവർമ്മയ്ക്ക് ഈ കൊട്ടാരം അവർ സമ്മാനമായി നൽകി. പിന്നെ 1663 ഡച്ചുകാർ വന്ന് ഇതിനെ റീബിൽഡ് ചെയ്തതാണ്. അതിനുശേഷമാണ് ഇതിനെ ഡച്ച് പാലസ് എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. ഡച്ചുകാരാണ് ഇതിന് റെനോവേഷനൊക്കെ നടത്തിയിട്ട് ഈ കൊട്ടാരം ഈ രീതിയിലാക്കിയത്. ഈ ഹിന്ദു അമ്പലങ്ങളിലൊക്കെ കാണപ്പെടുന്ന ചുവർ ചിത്രങ്ങളൊക്കെ ഈ കൊട്ടാരത്തിൽ ഫുള്ള് ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. ഏറ്റവും ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയണത് തന്നെ ഈ മോളിൽ കാണുന്ന റൂഫാണ്. ഈ തടിയിൽ കൊണ്ടുള്ള ഡിസൈൻ എന്ത് രസമാണെന്ന് നമ്മളത് നോക്കി നിന്നാൽ നമ്മൾ നല്ലപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുമുണ്ട്. ഒരു അഴുക്കോ പൊടിയോ മാറാമ്പലോ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് നമ്മൾ കുറേ നേരം നോക്കിയിരിക്കും. എല്ലാ റൂമിലും അതെ ഇതേപോലെ പലതരം ഡിസൈൻസാണ്, അതും തടി കൊണ്ട് തീർത്ത ഡിസൈൻസ്. കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾക്ക് രാജവർമ്മ യൂസ് ചെയ്ത ഉടവാളൊക്കെ കാണാം. അത് മാത്രമല്ല ഒരുപാട് രാജാക്കന്മാർ ഉപയോഗിച്ച ഉടവാളുകളും ഒക്കെ അവിടെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ഇതുപോലെ അവർ കുറേ ആൾക്കാരുടെ രൂപങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടുത്തെ പണ്ട് ആൾക്കാരെങ്ങനെയൊക്കെയാണ് അവരുടെ ഡ്രസ്സിങ്സ്, അതും അവരുടെ ഉപയോഗിച്ച ചില പാത്രങ്ങൾ, അങ്ങനത്തെ ഒരുപാട് നാണയങ്ങൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അതിൻ്റെ ഉള്ളിലുണ്ട്. കുറേ ഒന്നും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റൂല. പണ്ട് കാലത്ത് യാത്രയ്ക്ക് വേണ്ടി രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പല്ലക്കുണ്ടായിരുന്നു അവിടെ. അതുപോലെ നല്ല തടിയിൽ തീർത്ത ആട്ടൂഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല രസം. ആ റൂം തന്നെ കാണാൻ സൈഡിൽ ഫുള്ള് ചുവർച്ചിത്രമൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ട് തന്നെയാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. അതൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ്. ജൂതന്മാരുടെ സ്ട്രീറ്റ് ഉണ്ടായി, ജൂത് സ്ട്രീറ്റ് ഉണ്ടായി. അവിടെ ഒരുപാട് ഐറ്റംസ് വിൽക്കാനുണ്ടായി. നല്ല ഭംഗിയുണ്ട് എല്ലാവരും കാണാൻ. കൊട്ടാരത്തിൻ്റെ തന്നെ രൂപകൽപ്പന പോലെ ചെയ്തിരിക്കണം ആ രീതിയിലത്തെ ഡ്രസ്സുകൾ, ഓർണമെൻറ്റ്സുകൾ. പക്ഷേ എല്ലാം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. കണ്ടിങ്ങനെ കാണാനും ആ സ്ട്രീറ്റിൽ കൂടെ ഒക്കെ നടക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടായിരുന്നു. ചിൽഡ്രൻസ് പാർക്കും അതെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേയൊക്കെ ആയി പുറത്തൊക്കെ ഇറങ്ങിയപ്പോഴേക്കും ആകെ ആവശ്യതയായി. അവന് ഞങ്ങളൊരു ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുത്തു, ഞങ്ങൾ ഇളനീരും കുടിച്ചു ഒക്കെ. അങ്ങനെ പതുക്കനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. തന്നെ നമുക്ക് ബോട്ടിംഗ് ഉണ്ട്. ഞങ്ങൾ പോയ സമയത്തൊന്നും ബോട്ടിങ്ങൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. ബോട്ടിങ് വൈകുന്നേരം എന്ന് തോന്നണം തുടങ്ങണത്.
അപ്പോൾ എല്ലാവരും വരാൻ പറ്റുന്നവരൊക്കെ വരാം. വെറും 5 രൂപയേ ഉള്ളൂ. നിങ്ങൾ ഫോർട്ട് കൊച്ചിയിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു സ്പോട്ടായിട്ട് ഇവിടെ ഇറക്കാം. നമ്മൾക്ക് കാണുമ്പോൾ ഒരു അത്ഭുതമല്ലേ, പണ്ട് ഇതൊക്കെ യൂസ് ചെയ്തിരുന്നതാണ് എന്ന് കാണുമ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ഇത് കാണാനൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്